ഭയത്തിൽ നിന്നുള്ള വിടുതൽ. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ടെൻഡൻസി എന്തെങ്കിലുമൊക്കെ ഓരോ പല കാര്യത്തിനൊക്കെ അങ്ങ് ടെൻഷൻ അടിക്കും. യുവാക്കൾക്കൊക്കെ ആണെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും എക്സാം വരുമ്പോഴത്തേക്കും ഒക്കെ അങ്ങ് പിള്ളേർക്ക് എന്താ ഭയങ്കര ടെൻഷൻ, ഭയങ്കര വെപ്രാളം. ചിലർ നന്നായിട്ടെല്ലാം അങ്ങ് പഠിക്കും. പക്ഷേ എക്സാം വന്നപ്പോഴത്തേക്കും, എക്സാം ഹോളിൽ കയറിയപ്പോഴത്തേക്കും പഠിച്ചെല്ലാം മറന്നുപോയി, എല്ലാം പടം ബ്ലാങ്ക് ആയിപ്പോയി, എല്ലാം ബ്ലിങ്കസ്യ, ഒന്നും ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രതീക്ഷിച്ച മാർക്കൊന്നും കിട്ടിയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര നിരാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പലതരത്തിലുള്ള ഭയങ്ങൾ, പേടികൾ, അപകർഷതാബോധം, മറ്റുള്ളവർ നമ്മളെ കളിയാക്കുന്നു, മറ്റുള്ളവരെ ഇരട്ടപ്പേര് വിളിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു തരത്തിലുള്ള നമ്മളെക്കുറിച്ച് തന്നെയുള്ളൊരു ലോ സെൽഫ് എസ്റ്റീം, ഒരു അപകർഷതാബോധം, താഴ്വ് മനപ്പാന്മയെന്നൊക്കെ പറയും തമിഴിൽ. നിങ്ങൾ തിരുവനന്തപുരംകാർ തമിഴ്നാടോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തമിഴ് ബാക്കിയുള്ളവരെക്കാട്ടി കുറച്ചുകൂടെ നന്നായിട്ട് അറിയാൻ തോന്നുന്നില്ലേ? താഴ്വ് മനപ്പാന്മ എന്ന് പറഞ്ഞാൽ എന്താ? ലോ സെൽഫ് എസ്റ്റീം, ഒരു അപകർഷതാബോധം. അപ്പം പക്ഷേ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ? നമ്മൾ ഒരു യൗവനക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, 2 തിമോത്തിയോസ് ഒരു റിലേറ്റീവ്ലി യങ്ങർ ചെറുപ്പക്കാരനായിരുന്നു. എന്നാൽ തിമോത്തിയോസിന് രണ്ടാമത്തെ ലേഖനമൊക്കെ എഴുതുമ്പോഴത്തേക്കും തിമോത്തിയോസിന് 40-45 വയസ്സൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്കിലും തിമോത്തിയോസ് പൊതുവേ കുറച്ചൊരു ടിമിഡ്, കുറച്ചൊരു ടിമിഡിറ്റി, കുറച്ചൊരു ഭയപ്പെടുന്ന ഭീരുത്വത്തിനൊരു സ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഒരു ടിമിഡിറ്റി എന്ന് പറഞ്ഞത് ഒരു ഭീരുത്വം, നമ്മളൊരു അയ്യോ പാവം എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലേ, അയ്യോ എന്നോട് ആരും ഒന്നും പറയല്ലേ, അങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് പലർക്കും പലതരത്തിലുള്ള ടെമ്പറമെൻറ്റാണ്. ചിലരങ്ങ് ഭയങ്കര ഔട്ട്വേർഡ് എക്സ്ട്രോവേർട്ടായിട്ടുള്ള ബഹുർമുഖരായിരിക്കും. എന്ന് വെച്ചാൽ പുറമെ എല്ലാവരോടും ചെന്നങ്ങ് തട്ടി സംസാരിക്കാനൊക്കെ ചിലർക്ക് അങ്ങനെയുള്ള കഴിവുള്ളവർ കാണും. ചിലരാണെങ്കിൽ വളരെ അന്തർമുഖരായിരിക്കും. ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പം അയ്യോ അവരെന്നെക്കുറിച്ച് എന്ത് പറയുക, അവരെന്നെ കളിയാക്കുന്നു, എല്ലാവരും എന്നെ നോക്കുന്നു. അപ്പോൾ അവിടെ തിമോത്തിയോസിനോട് പൗലോസിൻ്റെ അവസാനത്തെ ലേഖനം ഏതാ? ഈ 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ. അപ്പോൾ അവസാനത്തെ ലേഖനമാണ് തിമോത്തിയോസിൻ്റെ 2ാമത്തെ ലേഖനം. പൗലോസ് എവിടെ ഇരുന്ന് എഴുതുന്നേ? ഏത് രാജകൊട്ടാരത്തിലിരുന്ന് എഴുതിയത്? കാരാഗൃഹത്തിലിരുന്ന് എഴുതിയത്. ഇറ്റ് വാസ് എ പ്രിസൺ ലെറ്റർ. അവസാനം പൗലോസിൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു എന്നൊക്കെ 4-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ദ ടൈം ഓഫ് മൈ ഡിപ്പാച്ചർ ഹാസ് കം, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. അതിനുശേഷം ഏതാനും നാളുകൾക്ക് ശേഷം ഇതൊക്കെ എഴുതി. ഏതാനും നാളുകൾക്ക് ശേഷം പൗലോസിനെ അവിടെ റോമിലെ ചക്രവർത്തിയായിട്ടുള്ള നീറോ ചക്രവർത്തി ശിരച്ഛേദം ചെയ്ത് ജീവത്യാഗം ചെയ്യേണ്ടി വന്നു കർത്താവിനായിട്ട്. രക്തസാക്ഷിയായി തീർന്നു പൗലോസ്. എന്നാൽ പൗലോസ് അവസാനമായിട്ട് എഴുതിയ ലേഖനമാണ് ഇത് 2 തിമോത്തിയോസിൻ്റെ ലേഖനം, അതായത് തിമോത്തിയോസിൻ്റെ 2ാം ലേഖനം. അവിടെ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ അടുത്ത ബെയ്റ്റൻ, അതായത് ഇപ്പോൾ ഈ റിലേ റേസൊക്കെ കണ്ടിട്ടില്ലേ? റിലേ റേസിൽ ഇങ്ങനെ ഒരു പന്തവും കൊണ്ട് ഒരാൾ വന്ന് വേറൊരാൾക്ക് കൊടുക്കുക, അയാൾ പിന്നെ ഓടി വേറൊരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പൗലോസ് അത്രയും നാളും കർത്താവിൻ്റെ വചനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ശുശ്രൂഷിച്ച് ഇനി അടുത്ത തലമുറ യൗവനക്കാരനായിട്ടുള്ള ഈ തിമോത്തിയോസ് വേണം. പൗലോസിൻ്റെ കാര്യം കഴിയുമ്പോൾ തിമോത്തിയോസും തീത്തോസും ഒക്കെ വേണം സഭയൊക്കെ നേതൃത്വം കൊടുത്ത് നയിച്ചുകൊണ്ട് പോകാൻ. അടുത്ത തലമുറ കർത്താവിനായിട്ട് എഴുന്നേറ്റ് വരണം. അപ്പം തിമോത്തിയോസിന് ഒരു വളരെ ചെറുപ്പമായിരുന്ന ഒരു 16-17 വയസ്സൊക്കെ ആയിരുന്ന സമയത്തായിരിക്കണം അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിലൊക്കെ തിമോത്തിയോസിനെ തിരഞ്ഞെടുക്കുന്ന കാര്യം. വളരെ ചെറുപ്പം ഒരു ടീനേജറായിരുന്ന സമയത്താണ് തിമോത്തിയോസിനെ പൗലോസ് തൻ്റെ ടീമിലേക്ക് എടുക്കുന്നത്. ആ തിമോത്തിയോസിൻ്റെ ഒരു ദൈവഭയം, തിമോത്തിയോസിൻ്റെ വല്യമ്മച്ചയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ ലോയിസ്, യൂനിക്കി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവരിലൊക്കെ ഉണ്ടായിരുന്ന ദൈവഭക്തി ഒക്കെ നിനക്കും ഉണ്ടല്ലോ എന്നുള്ള അവർ നിനക്ക് പകർന്നു തന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവിടെ ഓർപ്പിക്കുന്നതൊക്കെ ഉണ്ട്. അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുവാണെങ്കിൽ ആ വിശ്വാസം, അതായത് കർത്താവിലുള്ള ആ വിശ്വാസം, 2 തിമോത്തിയോസ് 1:5 കണ്ടോ? ആ വിശ്വാസം ആദ്യം നിൻ്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വല്യമ്മച്ചിയും ഒക്കെ, അതായത് അമ്മയൊക്കെ കൊച്ചുനാൾ മുതലേ പകർന്നു തന്ന ഒരു വിശ്വാസവും കാര്യങ്ങളൊക്കെ തിമോത്തിയോസിന് ഉണ്ടായിരുന്നു. ഒരു ദൈവഭയം ഉണ്ടായിരുന്നു, ദൈവത്തിനായിട്ടൊരു തീക്ഷ്ണതയോടെ നിൽക്കണമെന്നുള്ള ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങളൊക്കെ അടുത്ത് വരുമ്പോഴത്തേക്കും തിമോത്തിയോസ് പിന്നെ അങ്ങ് പേടിച്ചങ്ങ് പിന്മാറും. അയ്യോ എന്നെക്കൊണ്ട് പറ്റത്തില്ല, അയ്യോ വേറെ ആരെങ്കിലും വിളിക്കുക, വേറെ ആരോടെങ്കിലും പറയാം, എനിക്ക് നാണമാണ്, എനിക്ക് ലജ്ജയാണ്, എനിക്ക് എന്നെക്കൊണ്ട് വലിയ കഴിവൊന്നുമില്ല, എനിക്കൊരു സംഭ്രമം അങ്ങനെ പറഞ്ഞ് പിന്മാറുന്ന ആ തിമോത്തിയോസിനോട് പൗലോസ് എന്താ പറയുന്നേ? അതിൻ്റെ 6-ാമത്തെ വാക്യം ഞാൻ വായിക്കും. അതുകൊണ്ട് എൻ്റെ കൈവയ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. അതായത് ദൈവം നമുക്ക് തന്നിട്ടുള്ള ചില താലന്തുകൾ, ആത്മീയമായിട്ടുള്ള ചില കഴിവുകൾ, അപ്പോൾ ആത്മീയമായിട്ട്
ദൈവജനം ശുശ്രൂഷിക്കാനാവട്ടെ, അല്ലെങ്കിൽ അതുപോലെ ആത്മീയമായിട്ടുള്ള ചില കൃപാവരങ്ങൾ, പിന്നെ നമുക്ക് ദേഹിയിലുള്ള ചില കൃപാവരങ്ങൾ, ഇപ്പം പാട്ട് പാടാനുള്ള കഴിവോ, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഓർമ്മ ശക്തി ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വചനമൊക്കെ ഓർത്തെടുത്ത് പറയാനൊക്കെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ദേഹിയിലുള്ള, നമ്മുടെ പ്രാണനിലുള്ള, നമ്മുടെ ഇൻ്റലക്റ്റിലുള്ള അതുപോലെയൊക്കെ ദേഹീപരമായ കഴിവുകളുണ്ട്. പിന്നെ ശാരീരികമായിട്ടുള്ള കഴിവുകൾ നമുക്കിപ്പം നമ്മളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമുക്ക് പല കാര്യങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ ഉച്ചയ്ക്ക് അവിടെ നമ്മൾ ആഹാരമൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളൊക്കെ ചെന്ന് അതൊക്കെ കളക്ട് ചെയ്യുന്നു, വിളമ്പുന്നു, എടുക്കുന്നു. അപ്പോൾ നമുക്ക് ശാരീരികമായിട്ട് ദൈവം തന്നിട്ടുള്ള ചില ആരോഗ്യം കഴിവുകളൊക്കെ ഉണ്ട്. ചിലർ സഹോദരങ്ങൾ തന്നെ കുക്ക് ചെയ്തതെന്നൊക്കെ സാറ് പറഞ്ഞു. അപ്പോൾ കുക്ക് ചെയ്യാനുള്ള അതൊക്കെ ദേഹീപരമായിട്ടുള്ള കഴിവുകളാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ദേഹീപരമായ കഴിവുകളുണ്ട്. ശാരീരികമായിട്ടുള്ള നമുക്ക് എന്തെങ്കിലുമൊക്കെ വെയിറ്റ് എടുത്ത് അങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നു, കൊടുന്ന് ഇത് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ. അപ്പം അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ നമുക്ക് ശാരീരികമായിട്ട് നമ്മളിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടെന്നറിയാവോ? 3 കമ്പോണൻസ് ഉണ്ട്: ആത്മാവ്, ദേഹി, ദേഹം. എവിടെ പറഞ്ഞിരിക്കുന്നത്? 1 തെസ്സലോനിയർ 5:23 പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അങ്ങ് പോകുന്നില്ല, നമുക്ക് എഴുതിയെടുക്കാം. 1 തെസ്സലോനിയർ 5:23 എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മളിൽ ആത്മാവുണ്ട്, ദേഹിയുണ്ട്, ദേഹമുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ്, ശരീര സംബന്ധമായിട്ടുള്ള ചില ആരോഗ്യപരമായിട്ടുള്ള ചില കഴിവുകൾ, ചില നമുക്ക് പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. പിന്നെ ദേഹീപരമായിട്ടുള്ള കഴിവുകൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓർമ്മയും ബുദ്ധിയും, നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് ആ ദേഹി എന്ന് പറയുന്നത്. നമ്മുടെ തലച്ചോറിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഓർമ്മ, ഇപ്പം ചിലർക്ക് ഇപ്പം പാട്ട് പാടാനായിരിക്കും, ചിലർക്ക് എന്തെങ്കിലുമൊക്കെ പലതരത്തിലുള്ള, ചിലപ്പം കീബോർഡ് വായിക്കുന്നത്. എല്ലാവർക്കും അതുപോലെ പറ്റത്തില്ല അല്ലേ? ചിലർക്ക് അതിനൊരു ടാലൻ്റ് ഉണ്ട്. 10 പേരെ കീബോർഡ് പിടിപ്പിച്ചാൽ എല്ലാവരും ഒരേപോലെ വായിക്കത്തില്ല. ചിലർക്ക് ഒന്നും പഠിപ്പിക്കാതെ തന്നെ ചിലർക്ക് കണ്ടൊക്കെയൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ട്. ചിലർ എങ്ങനെ ഇതൊക്കെ ഒപ്പിച്ചെടുക്കുന്നത് നമ്മൾ പേർക്ക് ഇങ്ങനെ വിരലൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് അവിടെ താണ്ടുന്നു ഇവിടെ തൊടുന്നു, എന്തൊക്കെയോ നല്ല അവസാനം നല്ല ശബ്ദം കേൾക്കുന്നു. അപ്പോൾ അതൊരു ടാലൻ്റാണ്. അപ്പോൾ അത് ദേഹീപരമായിട്ടുള്ള, അത് നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വേണം. എന്നാൽ ദേഹീപരമായിട്ടുള്ള നമുക്ക് ദൈവം തന്നിട്ടുള്ള, എല്ലാവർക്കും ഒരേപോലുള്ള കഴിവില്ല. അപ്പോൾ അതുപോലുള്ള സ്കിൽസ്. പിന്നെ നമുക്ക് ആത്മീയമായിട്ട് ദൈവവചനത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാടും ഒരു പ്രവചനവരം എന്നൊക്കെ പറഞ്ഞ് ദൈവവചനം ശുശ്രൂഷിക്കാനുള്ള ഒരു കഴിവ്, അതുപോലുള്ള വരങ്ങൾ, കൃപാവരങ്ങൾ, അതുപോലെയൊക്കെയുള്ള പല വരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ 1 കൊരിന്ത്യർ 12 അധ്യായത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനെയുള്ള വരങ്ങളൊക്കെ ജ്വലിപ്പിക്കാൻ പറയുക. കിൻഡിൽ എ ഫ്രഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ യുവാക്കളായിരിക്കും ഇതെല്ലാം അങ്ങ് മടി പിടിച്ച് മൂടി പൊത്തിവെച്ച് ഒരു താലന്ത് കിട്ടിയ ആളെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത്. മത്തായി 25 അധ്യായത്തിൽ കർത്താവ് പറയുന്ന ഉപമയാണ്. കർത്താവിൻ്റെ 2ാമത്തെ വരവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഉത്തരത്തിൽ മത്തായി 25 അധ്യായത്തിൽ 3 ഉപമകൾ കർത്താവ് പറയുന്നതിൽ 2ാമത്തെ ഉപമയാണ്. ആദ്യം ബുദ്ധിയുള്ള കന്യകമാരുടെ ഉപമ പറയും, പിന്നെ ഈ താലന്തുകളുടെ ഉപമ, പിന്നെ ആടുകളും കോലാടുകളും, ഗോട്ട് ആൻഡ് ഷീപ്പ് എന്നുള്ള കാര്യങ്ങൾ. ഞാൻ രോഗിയായിരുന്നു, എനിക്ക് വിശന്നവനായിരുന്നു, നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ചെയ്തു എന്നൊക്കെ പറയുന്ന ആ ഉപമയുണ്ട്. അപ്പോൾ ഇവിടെ താലന്തുകളുടെ ഉപമ പറയുമ്പം 5 താലന്ത് കിട്ടിയ ആൾ എത്ര താലന്ത് കൂടെ ഉൽപ്പാദിപ്പിച്ചു? 5 താലന്തും കൂടെ. 2 താലന്ത് കിട്ടിയ ആളും 2 താലന്തും കൂടെ ഉൽപ്പാദിച്ചു, അതും കൂടെ പുള്ളി നേടി. പക്ഷെ 1 താലന്ത് കിട്ടിയ ആൾ എന്ത് പറഞ്ഞു? അയ്യോ, എനിക്ക് വലിയ കഴിവൊന്നുമില്ല, എനിക്ക് 1 താലന്തേ ഉള്ളേ, അതുകൊണ്ട് ഞാനിതെല്ലാം പിടിച്ച് മുടി ഭൂമിയിൽ കുഴിച്ചിട്ടേക്കാം. നീ ഒരു കഠിന ഹൃദയനാണ്. മോള് കേൾക്കുന്നുണ്ട്? 1 താലന്ത് കിട്ടിയ ആൾ എന്ത് പറഞ്ഞെന്നറിയാവോ? എനിക്ക് മറ്റവരുടെ കൂട്ടം വലിയ കഴിവോ കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് 1 താലന്തേ ഉള്ളൂ. താലന്തെന്ന് പറഞ്ഞാൽ നമുക്കുള്ളൊരു കഴിവ്, ടാലൻറ്റ്. അത് അന്ന് പണത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കായിട്ട് താലന്തെന്ന് ഉപയോഗിക്കും. ഇന്ന് നമ്മൾ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ നമ്മളുടെ താലന്തുകൾ, നമ്മളുടെ ടാലൻസ് വെച്ചാൽ നമുക്കുള്ള കഴിവുകൾ എന്നുള്ള അർത്ഥത്തിൽ ആ താലന്ത്. അപ്പം ദൈവം പലർക്കും പല രീതിയിലുള്ള കഴിവുകളാണ്. എല്ലാവർക്കും ഒരേപോലുള്ള കഴിവുകളല്ല. 5 താലന്തുള്ളവരുണ്ട്, 2 താലന്തുള്ളവരുണ്ട്. അവരോട് ദൈവം കൂടുതൽ കിട്ടിയവനോട് കൂടുതൽ ചോദിക്കുമെന്ന് പറയുന്നുണ്ട്. ലൂക്കോസ് 12:48 എടുത്ത് വായിച്ചാൽ അതിൻ്റെ അവസാനം പറയുന്നുണ്ട്, കൂടുതൽ കിട്ടിയവനോട് കൂടുതൽ ചോദിക്കും. ടു ഹിം മോർ ഈസ് ഗിവൺ, മോർ വിൽ ബി ആസ്ഡ്. പക്ഷേ നമുക്ക് മറ്റുള്ളവരെ പോലെ ചിലപ്പം വലിയ കഴിവുകളോ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് കാണത്തില്ല. പക്ഷേ നമുക്ക് നമ്മളുടേതായ ചില കഴിവുകളും ചില സ്ട്രെങ്ത്സ്, ചില കഴിവുകൾ, ചില നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടാവും. സഭയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടാവും. പിന്നെന്താ, വീട്ടിൽ നമുക്ക് ഉത്തരവാദിത്തോടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും. നമ്മളുടെ തന്നെ പഠനത്തിലോ ജോലിയിലോ ഒക്കെ നമ്മൾ ഉത്സാഹത്തോടെ ചെയ്യേണ്ട കാര്യങ്ങൾ. എനിക്ക് മറ്റവരുടെ അത്രയും ഓർമ്മശക്തിയില്ല, എനിക്ക് മറ്റവരുടെ അത്രയും പഠിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊന്നും പഠിക്കാതിരിക്കുവാണോ? അല്ല, പക്ഷേ നമുക്ക് ഉള്ള ആ ഒരു താലന്തായിരിക്കും, അത് നമ്മൾ എന്ത് ചെയ്യണം? വിനിമയം ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ജ്വലിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് കർത്താവിന് സമർപ്പിച്ച്, കർത്താവേ അവിടുന്ന് എനിക്ക് ചെറിയൊരു താലന്ത തന്നിട്ടുള്ളത്, പക്ഷേ അത് ഞാൻ ആർക്ക് വേണ്ടി ഉപയോഗിക്കും?
അത് ഞാൻ അങ്ങേക്ക് വേണ്ടി ഉപയോഗിക്കാം. മറ്റേ ഒരു താലന്ത് കിട്ടിയ ആൾ ഭൂമിയിൽ കുഴിച്ചിട്ടു എന്ന് പറയുമ്പോൾ വേറെ അർത്ഥം, ആത്മീയ അർത്ഥത്തിൽ പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി അയാളങ്ങ് ഉപയോഗിച്ച് തനിക്ക് വേണ്ടി തന്നെ ഉപയോഗിച്ച് കർത്താവിനായിട്ട് അത് കൊടുക്കാതെ തനിക്ക് വേണ്ടി തന്നെ ഒരു സ്വാർത്ഥനായിട്ട് ഒരു പക്ഷേ ഒരു അപകർഷതാബോധത്തിൽ പുള്ളി എനിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കാണാം. അല്ലെങ്കിൽ പുള്ളി സ്വയകേന്ദ്രിതമായി തൻ്റെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് ആ കഴിവ് ഉപയോഗിച്ച് പുള്ളി ദൈവരാജ്യത്തിൽ നിന്ന് പുറത്തു പോയ ഒരു കാര്യമൊക്കെയാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലും ദൈവം തന്നിട്ടുള്ള ചില കഴിവുകൾ, ചില കാര്യങ്ങൾ കാണാം. അപ്പം ബാക്കിയുള്ളവരോട് കമ്പയർ ചെയ്ത് അയ്യോ പാവം ഞാനെന്ന് പറയരുത്. ഞാൻ സാധാരണ പറയുന്നൊരു ഉപമയുണ്ട്, ഒരു എക്സാമ്പിളുണ്ട്. ഒരു കയ്യിൽ എത്ര വിരലുണ്ട്? എത്ര ഉണ്ട്? 10? 5 വിരലുണ്ട്. ഈ 5 വിരലും എങ്ങനെയാണ് ഇരിക്കുന്നത്? എല്ലാം ഒരുപോലെയാണോ ഇരിക്കുന്നത്? ഇല്ലേ? തള്ളവിരലിൻ്റെ കൂട്ടാണോ ഈ ചൂണ്ടുവിരലിരിക്കുന്നത്? അതുപോലെ നടുവിരൽ, മോതിരം വിരൽ, ചെറുവിരൽ എല്ലാം പലതുപോലെ ഇരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മൾ 5 പേരെടുത്താൽ 5 പേര് 5 പോലെ ആയിരിക്കുന്നത്. അയ്യോ എനിക്ക് ആ മറ്റേയാളുടെ അത്രയും കളറില്ല, എനിക്ക് ആ മറ്റേയാളുടെ അത്രയും ഹൈറ്റില്ല, അത്രയും നല്ല ശബ്ദമില്ല, അത്രയും നല്ല ലുക്സ് ഇല്ല, എൻ്റെ മുടി ചുരുണ്ടുപോയി, നീണ്ടുപോയി, അങ്ങനെയൊക്കെയുള്ള ഒരു അപകർഷതാബോധം. ആ ഒരു ഇപ്പോൾ ചിലർ കുഞ്ഞുങ്ങളൊക്കെ പറയും ബോഡി ഷേമിംഗ് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ എന്താ, ബാക്കിയുള്ള എന്നെ കളിയാക്കുന്നു, അയ്യോ എനിക്ക് അത്ര വലിയ ലുക്സ് ഇല്ല, എനിക്ക് സൗന്ദര്യമില്ല, എനിക്ക് മുഖക്കുരുവുണ്ട്, ഞാൻ കറുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വെളുത്തിരിക്കുന്നു, ഞാൻ മെലിഞ്ഞിരിക്കുന്നു, തടിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവർ എന്നെ കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പല യൗവനക്കാരും പിള്ളേരും ഒക്കെ ഈ കൗൺസിലിങ്ങിനും കാര്യങ്ങളൊക്കെ വരും. അപ്പം അത് ഈ വചനത്തോടൊക്കെ കുറച്ചുകൂടെ ഒരു ആഭിമുഖ്യം ഉള്ളവരോട് ഞാൻ ഈ വചനമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പം അവിടെ എന്താ, നമുക്ക് ദൈവം തന്നിട്ടുള്ള നമുക്ക് ബാക്കിയുള്ളവരോട് കമ്പയർ ചെയ്ത് അയ്യോ ഞാൻ ഈ നടുവിരലിനെ പോലെ എനിക്ക് ഇത്രയും വലിയ നീളമില്ലല്ലോ എന്ന് പറഞ്ഞ് വിചാരിക്കേണ്ട കാര്യമില്ല. എല്ലാ വിരലും നടുവിരലിനെ പോലെ ഇരുന്നാൽ ഈ കൈ കൊണ്ട് എന്തെങ്കിലും പിടിച്ച് എഴുതാൻ പറ്റുമോ, എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? അതിന് പല വിരലും പല രീതിയിൽ ഇരിക്കുന്നുണ്ട്, അതിൻ്റേതായ ഒരു പേർപ്പസ് ഉണ്ട്. ചെറുവിരലാന്ന് പറഞ്ഞ് അയ്യോ പാവം ഞാനൊരു ഇത്തിരി കുഞ്ഞനാന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? ചെറുവിരൽ എന്തെങ്കിലും മുറിവ് പറ്റിയാൽ അറിയാം ചെറുവിരലിൻ്റെ വില, ഇല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളവരോട്ട് കമ്പയർ ചെയ്ത് ബാക്കിയുള്ളവരോട്ട് താരതമ്യപ്പെടുത്തി ഒരു അപകർഷതാബോധത്തിലേക്ക് നമ്മൾ പോകരുത്. നമുക്ക് താരതമ്യപ്പെടുത്താനായിട്ട് ആരേ ഉള്ളൂ? കർത്താവുണ്ട്. കർത്താവിനെ പോലെ എനിക്ക് ആയിത്തീരണം, കൂടുതൽ യേശുവിനെ പോലെ എനിക്ക് ആ ഒരു പൂർണ്ണതയിലേക്ക് ആയിത്തീരണം. അല്ലാതെ ബാക്കിയുള്ള ഞാൻ മറ്റുള്ളവരെ പോലല്ല, അവരെ പോലല്ല, ഇവരെ പോലല്ല, അതൊരു അപകർഷതാബോധത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, വീണ് പോകരുത്. നമ്മൾ 130, ഞാൻ ഇവിടെ ഈ ഒരു വാക്യം കൂടെ വായിച്ച് 139 സങ്കീർത്തനത്തിലൊരു വാക്യത്തിലേക്കും പോവാം. ഇവിടെ നമ്മൾ 6-ാമത്തെ വാക്യം ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് 7-ാമത്തെ വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. അപ്പം ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. എന്താ ഞാൻ വായിക്കുന്നത്? 2 തിമോത്തിയോസ് 1:7 വാക്യം. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ എത്ര ദൈവം നമുക്ക് തന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള പരിശുദ്ധാത്മാവ് എന്തിൻ്റെ ആത്മാവല്ല? ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല. അയ്യോ ഞാൻ അങ്ങനെയാണ്, അയ്യോ പാവം ഞാനേ എന്ന് പറയുന്ന ആ ഒരു കാര്യം അത് ദൈവാത്മാവിൽ നിന്ന് വരുന്നതല്ല, നമ്മുടെ ജഡത്തിൽ നിന്ന് വരുന്നത്. ഞാൻ മുമ്പേ നമ്മുടെ ജഡത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ എന്നുള്ളൊരു ഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കും അത് ഞാൻ എന്നുള്ള അഹംഭാവം. അത് മാത്രമല്ല, ഞങ്ങൾ സൈക്യാട്രിയിൽ പറയും എക്സ്റ്റേണലൈസിങ് ബിഹേവിയർ ആൻഡ് ഇൻറ്റേർണലൈസിങ് ബിഹേവിയർ എന്ന് പറയും. ചിലരാണെങ്കിൽ അവരുടെ സെൽഫ് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം, കോപം, അട്ടഹാസം, അക്രമാസക്തമാവുന്ന എക്സ്റ്റേണലൈസിങ് ബിഹേവിയർ. ചിലരങ്ങ് ഇൻറ്റേർണലൈസിങ് ബിഹേവിയർ, ഈ ദേഷ്യം എല്ലാം കൂടെ തന്നോട് തന്നെ അങ്ങ് ആക്കും. അപ്പം അങ്ങ് ഒരു വിഷാദത്തിലേക്ക്, അയ്യോ പാവം ഞാനേ, എന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ലേ, അയ്യോ ആരും എന്നോടൊന്നും പറയരുതേ, ഞാനൊരു പാവമാണേ, അങ്ങനെ ഒരു അപകർഷതാബോധം. മറ്റേത് അമ്പട ഞാനേ ആണെങ്കിൽ ഇത് അയ്യോ പാവം ഞാനേ. പക്ഷെ രണ്ടാണെങ്കിൽ എന്താ, ഞാൻ അവിടെ ഒരു സ്വയമാണ്. അമ്പട ഞാനേന്ന് പറയുമ്പോൾ നമ്മൾ ചിലക്ക് അവരായിരിക്കും കൂടുതൽ പ്രയാസം. പക്ഷേ ഇത് അയ്യോ ഭാവം ഞാനേയും ഒരു ഡേഞ്ചറാണ്. അതും ദൈവത്തിൻ്റെ ഹിതമല്ല, അതും നമ്മുടെ ജഡത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പം ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, കുറച്ച് ശക്തിയുടെ ആത്മാവ്. നമ്മളിപ്പം 1 കൊരിന്ത്യർ 12, 13, 14 അധ്യായങ്ങൾ വായിക്കുവാണെങ്കിൽ 12-ാം അധ്യായം ദൈവാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. അവിടെ ശക്തി, കൃപാവരങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു. പിന്നെ 13-ാം അധ്യായം ഇതിനെക്കുറിച്ച് പറയുന്നത് 1 കൊരിന്ത്യർ 13 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ആത്മാ. അപ്പോൾ ശക്തി, സ്നേഹം. പിന്നെ 1 കൊരിന്ത്യർ 14-ാം അധ്യായം നോക്കിയാൽ സുബോധത്തോടെ ഈ കൃപാവരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയുന്ന അധ്യായമാണ് 1 കൊരിന്ത്യർ 14. അപ്പം 1 കൊരിന്ത്യർ 12, 13, 14 ആ പറയുന്ന കാര്യങ്ങളിൽ ശക്തി, സ്നേഹം, സുബോധം. അതാ ഇവിടെ നമ്മളിവിടെ വായിക്കുന്നത് എന്താ? ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവ്. നമുക്ക് ശക്തി നൽകുന്ന ആത്മാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പാപത്തെ ജയിക്കാനുള്ള ശക്തി, ഭീരുത്വത്തെ ജയിക്കാനുള്ള ശക്തി. ഇപ്പം 4 ആളുടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും പറയാനൊക്കെ
ഇപ്പം സ്വതവേ പലർക്കും ഇപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വളരെ ഒരു ലജ്ജാശീലനായ മനുഷ്യനായിരുന്നു. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പല ഇത് കാണാതെ പിടിച്ച് പറയുന്ന പല കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുമായിരുന്നു. ഈ പദ്യപാരായണം അതുപോലെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ, അക്ഷരശ്ലോകം, കാവ്യകേളി. പക്ഷേ ഈ പ്രസംഗം എന്ന് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും അവിടെ നിന്ന് കുറച്ചൊന്ന് നമ്മളായിട്ട് പറയണമല്ലോ. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞൊരു ഡയലോഗ് ഇപ്പോഴും ചിലപ്പോൾ അമ്മ എന്നെ ഇപ്പോഴും ഇടയ്ക്ക് പറഞ്ഞ് കളിയാക്കും. എന്താ, അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ബാക്കി എന്തോ വേണമെങ്കിലും പറഞ്ഞു, പ്രസംഗിക്കാൻ മാത്രം എന്നോട് പറയരുതെന്ന് പറയും. പക്ഷേ ഇപ്പം അമ്മ പറയുന്നത് പറഞ്ഞാൽ, ഓ നീ അന്ന് പറഞ്ഞ ആളിലെ ഇപ്പം പിന്നെ എല്ലായിടത്തും നടന്ന ലോകമെമ്പാടും നടന്നപ്പോൾ പ്രസംഗത്തോടെ പ്രസംഗമാണ്. അങ്ങോട്ട് പോയി പ്രസംഗിക്കുന്നു, യൂട്യൂബിൽ എന്താക്കുന്നു, സൂമിൽ പ്രസംഗിക്കുന്നു. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു എന്നെയാണ് ദൈവം മാറ്റിയെടുത്തത്. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, നമുക്ക് ആർക്കും നമ്മളാരും ബിയോണ്ട് ഹോപ്പ് അല്ല, നമ്മളാരും ആശയ്ക്ക് ഇങ്ങനെ അതീതരല്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നെ ദൈവത്തിന് അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇനിയിപ്പോൾ 10,000 പേരോ 10 ലക്ഷം പേരോ മുമ്പിലിരുന്നാലും നമ്മൾ കർത്താവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള മനുഷ്യരെ പേടിക്കേണ്ട കാര്യമില്ല. അതാ നമ്മൾ ഒരു യെശയ്യാവിൻ്റെ പുസ്തകത്തിലൊരു വാക്യമുണ്ട്, നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിവിങ് ബൈബിൾ പാരഫ്രൈസാണ് കുറച്ചുകൂടെ അതിൻ്റെ ഒരു അർത്ഥം കുറച്ചുകൂടി വ്യക്തമാക്കുന്നൊരു ഇത്. യെശയ്യാവ് 8-ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ, യെശയ്യാവിൻ്റെ പുസ്തകം അറിയാവോ? പഴയ നിയമത്തിൽ അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളുണ്ട്. അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം ഇങ്ങനെ പറയുന്നത്, അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിച്ചു പോവുകയും അരുത്. കണ്ടോ, അവസാനം 8-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിന് അവസാനം, ലാസ്റ്റ് പാർട്ട്. അതായത് ലോകക്കാർ ഭയപ്പെടുന്നതിന് നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ പിന്നെ ആരെയാണ് ഭയപ്പെടേണ്ടത്? 13-ാമത്തെ വാക്യം, സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിക്കുവിൻ, അവൻ തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയും ആയിരിക്കട്ടെ. അപ്പം ലിവിങ് ബൈബിൾ എന്ന് പറഞ്ഞൊരു പാരഫ്രൈസ് ഉണ്ട്. പാരഫ്രൈസ് എന്ന് വെച്ചാൽ പരാവർത്തനം. ട്രാൻസ്ലേഷനുണ്ട്, പാരഫ്രൈസുണ്ട്. ബൈബിളിൻ്റെ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ പരിഭാഷ, അത് വേർഡ് ടു വേർഡായിട്ട് ഒരു വാക്കിന് വേറൊരു വാക്ക്. 8-12-13. പിന്നെ തോട്ട് ടു തോട്ട് കുറച്ചുകൂടെ ഒന്ന് ആശയം കുറച്ചുകൂടെ ഒന്ന് വിശദമാക്കി എഴുതുന്ന പാരഫ്രൈസ്. അപ്പം അങ്ങനെയുള്ളൊരു ബൈബിളാണ് ലിവിങ് ബൈബിൾ. ലിവിങ് ബൈബിളിൽ ഇത് എങ്ങനെ എഴുതിയേക്കെന്ന് പറഞ്ഞാൽ, ഇഫ് യു ഫിയർ ഗോഡ് യു നീഡ് നോട്ട് ഫിയർ എനിത്തിങ് എൽസ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുവാണെങ്കിൽ ബാക്കി ആരും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ നമുക്കൊരു ദൈവഭയം ഉണ്ടെങ്കിൽ, നമ്മൾ ദൈവഭാഗം നിൽക്കുന്നവരാണെങ്കിൽ നമ്മൾ ബാക്കി അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. പലപ്പോഴും നമുക്ക് പറ്റുന്ന ആങ്സൈറ്റിയുടെ ഒരു റൂട്ട് കോസ് എന്താണെന്ന് ചോദിച്ചാൽ ഫിയർ ഓഫ് സ്ക്രൂട്ടിനി എന്ന് പറയും. ഞങ്ങൾ സൈക്യാട്രിയിൽ തന്നെ ആങ്ഷ്യസ് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ക്രൈറ്റീരിയ പറയുമ്പോൾ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഫിയർ ഓഫ് സ്ക്രൂട്ടിനി. ഫിയർ ഓഫ് സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സ്ക്രൂട്ടനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ കൂലങ്കഷമായിട്ട് ഭൂതകണ്ണാടി വെച്ച് പരിശോധിക്കാൻ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഫിയർ ഓഫ് സ്ക്രൂട്ടനി എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെല്ലാം എന്നെ ഇങ്ങനെ നോക്കി എന്നെ ഇങ്ങനെ കുറ്റം പറയാനായിട്ട്, എന്നെ കളിയാക്കാനായിട്ട് ഇരിക്കുക എന്നുള്ളൊരു ചിന്ത നമുക്ക് വന്നാൽ നമുക്കൊരു വാഗപ്പാട്, ഒരു ലജ്ജയും ഒരു പരവേശവും ഒരു ചമ്മലും ഒരു നാണവും ഒക്കെ ആയിരിക്കും. മറിച്ച് അവരെന്നെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നെങ്കിൽ പറയട്ടെ. കേൾക്കുന്നുണ്ടോ മോളെ? എന്താ പറയുന്നത്? ബാക്കിയുള്ളവരെന്നെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നെങ്കിൽ പറയട്ടെ, പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല, കർത്താവ് എന്നെക്കുറിച്ച് പറയുന്ന കാര്യം മാത്രം മതി എനിക്ക്. അങ്ങനെ ഇഫ് യു ഫിയർ ഗോഡ്, നമുക്കൊരു ദൈവഭയം, ആരോഗ്യകരമായിട്ടൊരു ദൈവഭയം നമുക്കുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ലൂക്കോസ് 8-ാം അധ്യായത്തിൽ അവിടെ കർത്താവ് പറയുന്നൊരു വാക്യമുണ്ട്. ലൂക്കോസ് 8-ാം അധ്യായം നമ്മൾ ഇങ്ങോട്ടിരുന്നു. ലൂക്കോസ് 8-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങോട്ടിരുന്നു. ലൂക്കോസ് 8-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ അവിടെ വിതയ്ക്കുന്നതിൻ്റെ ഉപമ പറയുക. വിതയ്ക്കുന്നതിൻ്റെ ഉപമ പറയുമ്പം നല്ല നിലത്ത് വീണ വിത്തിനെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. പിന്നെ എന്തിനെക്കുറിച്ച് പറയുന്നുണ്ട്? പാറമേൽ വഴിയരികെ വീണ വിത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്, പാറമേൽ വീണ വിത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്, പിന്നെന്താ, മുള്ളിനിടയിൽ വീണ വിത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം മുള്ളിനിടയിൽ വീണ വിത്തിനെക്കുറിച്ച് പറയുമ്പം അവിടെ ലൂക്കോസ് 8-14 കർത്താവ് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ രാവിലെ 3 കാര്യങ്ങൾ കണ്ടു, ആ 3 കാര്യങ്ങൾ തന്നെ ഇത്. അത് രണ്ടും കൂടെ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. മുള്ളിനിടയിൽ വീണതോ ഇടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവയത്രേ. അപ്പം മുള്ള എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കർത്താവ്? എന്ത് തരത്തിലുള്ള മുള്ളാണ് നമ്മളിപ്പോൾ ഒത്തിരി വചനങ്ങളൊക്കെ കേട്ടിട്ട് പോകുന്നു, പക്ഷേ ഈ വചനങ്ങളൊക്കെ ഞെരിച്ച് കളയുന്ന ചില മുള്ളുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കേട്ട വചനങ്ങളൊക്കെ നുറുമേനി ഫലം കായ്ക്കണമെന്ന കർത്താവിൻ്റെ ആഗ്രഹം. പക്ഷേ
ചിലപ്പം ചില മുള്ളുകൾ, പലതരത്തിലുള്ള മുള്ളുകളെക്കുറിച്ച് നമ്മൾ കണ്ടു. മൊബൈൽ ഫോൺ ഒരു മുള്ളായിട്ട് മാറാം. പിന്നെന്താ, പല ബന്ധങ്ങൾ, ശീലങ്ങൾ, കോപ സ്വഭാവം, പല ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ പല പല മുള്ളുകൾ കാര്യങ്ങളുണ്ട്. പിന്നെ വേറൊരു മുള്ളാണ് എന്താ, ചിന്തകളാലും. ചിന്തകൾ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ സാധാരണ ചിന്തിക്കണ്ടേ, പക്ഷേ ഇവിടെ പറഞ്ഞ വറീസ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ആകുല ചിന്തകളാലും എന്ന് വേണം അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. ചിന്തകളാലെന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ സാധാരണ ചിന്തിക്കരുതെന്നുള്ള ആ ചിന്തയല്ല, മറിച്ച് ആകുല ചിന്ത, വറീസ് എന്ന് പറഞ്ഞാൽ നാളെ എന്താവും, മറ്റന്നാൾ എന്താവും, അയ്യോ ഇനിയിപ്പോൾ യുദ്ധം വരുമോ, ഇനിയിപ്പം ബോംബിടുവോ, എനിക്കെന്തെങ്കിലും അസുഖം വരുമോ, പണ്ടാണെങ്കിൽ എല്ലാവരും പറയുമോ എനിക്ക് കൊറോണ വരുമോ, ഇപ്പോഴാണെങ്കിൽ പിന്നെ ക്യാൻസർ വരുമോ, അല്ലെങ്കിൽ ആ പരീക്ഷയ്ക്ക് എനിക്ക് മാർക്ക് കുറഞ്ഞു പോവുമോ, കൂടിപ്പോവുമോ, അങ്ങനെ പല കാര്യങ്ങളിങ്ങനെ നെഗറ്റീവായിട്ടുള്ള പല ചിന്തകൾ, ആകുല ചിന്തകൾ, ആ വറീസ്. അപ്പം ഞാൻ 3 കാര്യങ്ങൾ രാവിലെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മണി, ഓണർ, പ്ലഷേഴ്സ് എന്ന് പറഞ്ഞ്. പണം, മനുഷ്യമാനം, ജഡിക സുഖങ്ങൾ. ഇവിടെ കർത്താവ് പണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ധനത്താലെന്ന് പറയുമ്പോൾ പണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ സംസാരഭോഗങ്ങളെന്ന് പറയുമ്പോൾ പ്ലഷേഴ്സ് എന്ന് പറഞ്ഞാൽ സംസാരഭോഗങ്ങൾ, ജഡിക മോഹങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അവിടെ മനുഷ്യമാനം നമ്മൾ പറഞ്ഞു, ഓണർ, ജീവനത്തിൻ്റെ പ്രതാപം. അതിന് പകരം കർത്താവ് പറയുന്ന കാര്യമാണ് എന്ത്, വറീസ് എന്ന് പറഞ്ഞാൽ, വേറെ തരത്തിൽ പറഞ്ഞാൽ ഈ ജീവനത്തിൻ്റെ പ്രതാപം അല്ലെങ്കിൽ മനുഷ്യമാനം തേടുന്നതാണ് നമ്മളുടെ ആകുല ചിന്തകളുടെ ഒരു റൂട്ട് കോസായിട്ട് നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യമാനം. അവരെന്നെക്കുറിച്ച് എന്ത് പറയും, എനിക്ക് മാർക്ക് കൂടിയാൽ എന്ത്, മാർക്ക് കുറഞ്ഞാൽ അവർ വഴക്ക് പറയൂ, മാർക്ക് കുറഞ്ഞാൽ എനിക്ക് നാണക്കേടാവൂ, അവരെന്നെക്കുറിച്ച് എന്ത് പറയും, അങ്ങനെ ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഞാനൊരു കൊച്ചായി പോവൂ, അത് ശരിക്കും പറഞ്ഞാൽ എന്താ, ഒരു സ്വയസ്നേഹമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഞാൻ എന്നുള്ള ആ ഒരു സ്വയജീവനെ നമ്മളങ്ങ് പകച്ച് കർത്താവിനെ സ്നേഹിക്കാനാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. ക്രൂസ് എടുത്ത് എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ത്യജിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ, ഞാനെന്നുള്ള ഞാനെന്തോ വലിയ ആളാവണമെന്നല്ല കർത്താവേ, അവിടുന്ന് വലിയ ആളായാൽ മതി, ഞാനങ്ങ് 0 ആയിട്ട് എന്നെ തന്നെ അങ്ങ് താഴ്ത്തുന്നു. ശരിക്കും പറഞ്ഞാൽ അതാണ് നമ്മളുടെ ആ ഒരു ഞാൻ, അവിടെ അത് തകർക്കപ്പെടാനായിട്ട്, നമ്മുടെ ആ സ്വയബലം തകർക്കപ്പെടാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നത്. എന്നെക്കുറിച്ച് അവൻ എന്ത് വിചാരിക്കും, എന്നെക്കുറിച്ച് ഇവരെന്ത് വിചാരിക്കും, ആ ആകുല ചിന്തയാണ് നമ്മളെ അങ്ങ് തളർത്തിക്കളയുന്നത്. അവിടെ നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞു 139 സങ്കീർത്തനത്തിലൊരു വാക്യം പറയാമെന്ന് ഞാൻ പറഞ്ഞു. 130 സങ്കീർത്തനം പലപ്പോഴും ബോഡി ഷെയ്മിനെ കുറിച്ചൊക്കെ പറയുമ്പം ഞാൻ കോട്ട് ചെയ്യുന്നൊരു വാക്യമാണ് അത്. എനിക്കെല്ലാം പറ്റും, എന്നെക്കൊണ്ട് എല്ലാം പറ്റും, അയ്യോ ചിലർ പറയൂ എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല, എനിക്കത് മനസ്സിലാവത്തില്ല, ഇത് മനസ്സിലാവും, അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് നെഗറ്റീവായിട്ട് പറഞ്ഞ് നെഗറ്റീവ് അടിച്ച് നമ്മളെ തന്നെ ഒരു കെണിയിൽ ഇട്ടേക്കുക. മനുഷ്യഭയം ഒരു കെണിയാണ്. അതുപോലെ തന്നെ വേറെ പല പല കെണികൾ, നമ്മളുടെ അലസതയും നമ്മളുടേതായ പല പല തെറ്റായി നമ്മൾ മുമ്പേ പറഞ്ഞ വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു കെണിയാണ്. നമ്മൾ തളച്ചിടുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പക്ഷിയെ ഒത്തിരി ചെങ്ങല കൊണ്ട് കെട്ടിയിട്ടേക്ക് വന്നിരിക്കട്ടെ, അതിന് പറക്കാൻ പറ്റുമോ? ഇല്ല, അതിങ്ങനെ ചെങ്ങലക്കകത്ത് ഇങ്ങനെ കെട്ടിയിരിക്കും. പക്ഷേ ആ ചെങ്ങല ഒന്ന് കട്ട് ചെയ്താൽ, ഹി ഹു ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, നമ്മൾ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ നമ്മളെ തന്നെ കർത്താവിനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, കർത്താവേ എന്നെക്കൊണ്ട് പറ്റത്തില്ല, അങ്ങേക്കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ നമ്മൾ, ശരിയാണ് കർത്താവ് കൂടാതെ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് ആര് പറഞ്ഞേ? യേശു കർത്താവ് പറഞ്ഞു. ആ വാക്യം എവിടെ? യോഹന്നാൻ 15:5 വാക്യത്തിലാണ് പറയുന്നത്, അപ്പാർട്ട് ഫ്രം മീ യു ക്യാൻ ഡു നത്തിങ്. കർത്താവിനെ കൂടാതെ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഒരു കൊമ്പിന് അത് മുന്തിരിവള്ളിയിൽ വസിച്ചാലേ എന്തെങ്കിലും ഫലം കായ്ക്കാനൊക്കത്തുള്ളൂ. പക്ഷേ മുന്തിരിവള്ളിയിൽ വസിച്ചാൽ ആ വളരെ ഫലം കായ്ക്കാൻ പറ്റും. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം, അവിടെ ആ ശക്തനാക്കുന്നതിന് മുഖാന്തരം എന്നുള്ള ആ ഫിലിപ്പിയർ 4:13 വാക്യം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ സത്യവേദ പുസ്തകത്തിൽ ആ ക്രിസ്തു എന്നുള്ള വാക്ക് വന്നിട്ടില്ല. നമ്മളതിൻ്റെ ആ ഗ്രീക്ക് നോക്കുവാണെങ്കിൽ ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഇൻ ക്രൈസ്റ്റ്, ത്രൂ ക്രൈസ്റ്റ് എന്ന് NASBയിലും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ശരിക്കും അതിൻ്റെ ആ ഗ്രീക്ക് ഗ്രീക്ക് ഭാഷയിലാണല്ലോ ബൈബിള് പുതിയ നിയമം ആദ്യമായിട്ട് എഴുതപ്പെട്ടത്. അപ്പോൾ ആ ഗ്രീക്ക് ഭാഷയിൽ ശരിക്കും എൻ ക്രിസ്തോസ് എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇൻ എന്നാണ്, ത്രൂ എന്ന് വേണമെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാം. എന്നാൽ ക്രിസ്തു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? അഭിഷിക്തൻ. ആ ദൈവത്തിൻ്റെ അഭിഷിക്തനായിട്ടുള്ള ക്രിസ്തു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാ വെച്ചാൽ പിതാവിൻ്റെ അഭിഷേകത്തോടുകൂടി വന്ന, പിതാവിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ അഭിഷേകത്തോടുകൂടി വന്ന യേശു ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ അഭിഷേകം ഉള്ള ആ ക്രിസ്തുവിൽ ഞാൻ വസിക്കുമ്പോൾ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും.
ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. അപ്പോൾ അതായത് നമുക്കിപ്പം പല കാര്യത്തിലും നമുക്ക് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലേ, ചിലപ്പോൾ നമ്മളുടെ തന്നെ വീട്ടിലെ ചില ഉത്തരവാദിത്തങ്ങളായിരിക്കും, അയ്യോ എന്നെ കൊണ്ട് വയ്യേ, അല്ലെങ്കിൽ സഭയിലെ ചില ഉത്തരവാദിത്തങ്ങളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ജോലിയിലെ പഠനത്തിലെ ചില ഉത്തരവാദിത്തങ്ങളായിരിക്കും. ആ കാര്യങ്ങളിലൊക്കെ നമ്മളങ്ങ് ഒരു എസ്കേപ്പിസം അടിച്ച്, യൗവനക്കാരിലൊക്കെ ഉള്ള ഒരു അലസതയൊക്കെ കാണിച്ച്, ഒരു എസ്കേപ്പിസം ഒക്കെ അടിച്ച്, ഒരു മടിയൊക്കെ കാണിച്ച് നമ്മളങ്ങ് നമ്മളുടേതായ ഒരു സ്വയം നമ്മളായിട്ട് ഉണ്ടാക്കി ഈ കെണിയിൽ കയറി അങ്ങ് നമ്മൾ കയറിയിരിക്കുക. പക്ഷേ നമ്മൾ എന്ത് പറയണം? ശരിയാ കർത്താവേ, എനിക്ക് ശക്തിയില്ല, അങ്ങേ കൂടാതെ എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാ യോഹന്നാൻ 15:5 വാക്യം, അപ്പാർട്ട് ഫ്രം യു ഐ ക്യാൻ ഡു നത്തിങ്. കർത്താവിനെ കൂടാതെ എനിക്കൊന്നും പറ്റത്തില്ല, പക്ഷേ കർത്താവിന് ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും. വിത്തൗട്ട് ക്രൈസ്റ്റ് ഐ എം എ സീറോ, വിത്ത് ക്രൈസ്റ്റ് ഐ എം എ ഹീറോ. കർത്താവ് ഇല്ലെങ്കിൽ ഞാൻ സീറോയാ. അത് ആ സീറോ ആയിട്ട് നമ്മെ തന്നെ താഴ്ത്തുമ്പം കർത്താവിൻ്റെ ശക്തി നമ്മളിൽ ഒന്ന് നിറയുമ്പം ഞാനൊരു ഹീറോ ആണ്, എന്നെക്കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു വലിയൊരു വിശ്വാസം